നമ്പർ 1 സൈഡ് ആംഗിൾ കാണിച്ചാൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ബെൻഡ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ആദ്യം ഹീലിൽ വെയിറ്റ് കൊടുക്കുക. ദെൻ ബോൾ ഓഫ് ദി ഫുട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബോൾ ഓഫ് ദി ഫുട്ടിൽ വെയിറ്റ് കൊടുക്കുക. ദെൻ ഹീൽ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് ബേസിക്കലി നമ്മൾ വിങ് ചുൻ പരിശീലിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റാൻസ്. നമ്മൾ ഇജി കിംയുമ അല്ലെങ്കിൽ ട്രയാങ്കിൾ സ്റ്റാൻസ് എന്ന് പറയും, 2 അഡക്ഷൻ സ്റ്റാൻസ് എന്ന് പല പേരിൽ അറിയപ്പെടും. ഈ ഒരു സ്റ്റാൻസിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ ഓപ്പൺ ചെയ്യുക. അടുത്ത 3 and 4 അവിടെ 1.5 ഷോൾഡർ വിഡ്ത്ത് ലെവലിലോട്ട് നമ്മൾ കാര്യങ്ങളെത്തി. ഇനിയാണ് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിൽ കുതിരപ്പുറത്തിരിക്കുന്ന സ്റ്റാൻസ്, അല്ലെങ്കിൽ ചെയറിലിരിക്കുന്ന പോലെ നമ്മൾ അവിടെ നമ്മുടെ സ്പൈൻ സിങ്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇജിക്ക് മ്യൂമ ആണെങ്കിലും അല്ലെങ്കിൽ വിങ് ചുനിലെ സ്റ്റാൻസ് ആണെങ്കിലും ഹോഴ്സ് സ്റ്റാൻസ് ആണെങ്കിലും വൈഡ് സൈപ്പിംഗ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വാ എന്ന് പറയും, ചൈനീസിലെ ക്വാ, അതായത് നമ്മുടെ കാലുകൾ മിഡിൽ ബോഡിയും ലോവർ ബോഡിയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ക്വാ എന്ന് ചൈനീസ് അറിയപ്പെടുന്നു. ഈ ക്വാ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ തുറന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മൾ ചിഗോങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുംഫു പ്രാക്ടീസ് ചെയ്യുമ്പോഴോ നമ്മളത്തെ ഷാവിംഗ് സിസ്റ്റങ്ങളിൽ എല്ലാം എനർജി അബ്സോർബ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. കാര്യം അവിടെ സേയിങ് ഉണ്ട്, നോ സ്റ്റൺസ് നോ പവർ, നോ പവർ നോ കുംഫു. സ്റ്റാൻസ് ഇല്ലെങ്കിൽ പവർ ഇല്ല, പവർ എങ്കിൽ കുംഫു ഇല്ല. ഇതിനാണ് ബേസിക് ഫൗണ്ടേഷൻ അടിത്തറ സ്ട്രോങ് ആക്കേണ്ടത്. അപ്പോ പറഞ്ഞു, ക്വാ ഓപ്പൺ ആയിരിക്കുന്നാൽ മാത്രമേ എനർജി ഫ്ലോ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള എനർജി ഫ്ലോ പ്രോപ്പർ ആവുകയുള്ളൂ. ഒരു വെള്ളം ഒഴുകുന്ന പോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എനർജി ഒഴുകാൻ പറ്റണം. ഒപ്പോണിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് കൂടുതൽ കൂടുതൽ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻസ് ട്രെയിനിങ്, അതിപ്പോ ഇജിക്കിമിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ് അല്ലെങ്കിൽ സേവിംഗ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ് വരുന്നത്.